തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാടക കൊള്ളയെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിന് കോർപ്പറേഷന്റെ ഉത്തരവ്. കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള കെട്ടിടങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ബിനാമികൾ വഴി വാടകയ്ക്ക് നൽകിയതിലൂടെ ഉണ്ടായ നഷ്ടം അത് എത്രയെന്ന് തിട്ടപ്പെടുത്താനും ഈ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ ആരൊക്കെയാണ് ഇപ്പോൾ വാടകയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുമുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിരിക്കുന്നത്. ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ വി പ്രശാന്ത് MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. ആ കെട്ടിടം പോലും കേവലം 823 രൂപയ്ക്ക് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ശാസ്തമംഗലത്തുള്ള ആ കെട്ടിടം 20,000 മുതൽ 30,000 രൂപ വരെ മാസവാടക ലഭിക്കേണ്ട ആ കെട്ടിടം കേവലം 823 രൂപയ്ക്ക് കൊടുത്തതിനെ കുറിച്ചുള്ള അന്വേഷണവും ഇതിൽ ഉൾപ്പെടും. ഇത് കൂടാതെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF ഭരണസമിതി തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ CPMന്റെ സഖാക്കന്മാർക്കും CPMന്റെ ശിപായികൾക്കും CPMന്റെ സിൻബന്ധികൾക്കും ഈ പാർട്ടി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് CPMന്റെ നേതാക്കന്മാരും അവരുടെ ബിനാമികളുമാണ്. വർഷത്തിൽ തുച്ഛമായ പൈസ, അതായത് കേവലം 15,000 രൂപ വർഷത്തിൽ വാടകയായി കോർപ്പറേഷൻ അടയ്ക്കുകയും ദിവസം 1,500 2,000 രൂപയ്ക്ക് ഈ കെട്ടിടങ്ങൾ മറിച്ച് മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്ന ആ സ്ഥിതി നിലവിലുണ്ട്. അത്തരത്തിൽ നടന്ന വാടകക്കൊള്ള, ആ വാടകക്കൊള്ളയെക്കുറിച്ച് വലിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയോടാണ് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ തിരുവനന്തപുരം മേയർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ നടന്ന വാടക കൊള്ളയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താനുള്ള ഉത്തരവ് തിരുവനന്തപുരം മേയർ വി രാജേഷ് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കോർപ്പറേഷനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ BJPയുടെ അംഗങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി BJP ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത്. കേവലം ശ്രീലേഖ ഈ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത് ശ്രീലേഖയുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമല്ല എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുന്നു. ശ്രീലേഖയിലൂടെ BJP നടത്തിയ ഒരു വളരെ വലിയൊരു തന്ത്രമായി ഇത് മാറുകയാണ്. ശ്രീലേഖ വി പ്രശാന്തിനോട് ഈ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നു. അത് വ്യക്തിപരമായ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ പറഞ്ഞത് എന്ന് ശ്രീലേഖ പറയുന്നു. എന്നാൽ ഇതിലെ രാഷ്ട്രീയ നേട്ടം കണ്ടുകൊണ്ട്, ഇത് രാഷ്ട്രീയ വിവാദമാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുകയായിരുന്നു വി പ്രശാന്ത് ചെയ്തത്. ഇതിന് പിന്നാലെ CPMന്റെ നേതാക്കന്മാർ, കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി അടക്കമുള്ള CPMന്റെ നേതാക്കന്മാർ ശ്രീലേഖയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളി രംഗത്തെത്തി. CPM ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി കണ്ട് ശ്രീലേഖയെ വേട്ടയാടാനാണ് ശ്രമിച്ചത്. അവിടെ BJP കുഴിച്ച കുഴിയിൽ, BJP ഒരുക്കിയ കെണിയിൽ CPM വീഴുകയായിരുന്നു. BJP ഒരുക്കിയ കെണി CPMന് വലിയ മുൾക്കിരീടമായി മാറുന്ന കാഴ്ച. ഈ വാർത്ത വിവാദമായതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടകക്കാരെയും അത് നൽകിയിരിക്കുന്ന കരാറുകാരെയും ഒക്കെ വിശദമായി പരിശോധിക്കുമെന്ന് വി രാജേഷ് വ്യക്തമാക്കി. ഇപ്പോൾ ഇതാ അതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഭരണസമിതി അധികാരമേറ്റ് കേവലം 4 ദിവസം പിന്നിടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാടക കൊള്ളയെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണത്തിന് കോർപ്പറേഷൻ ഉത്തരവിട്ടിരിക്കുന്നു. CPMന്റെ ബിനാമികളും CPMന്റെ സിൽബന്ധികളും കഴിഞ്ഞ കുറെ കാലങ്ങളായി വാടക ഇനത്തിൽ നടത്തുന്ന വെട്ടിപ്പുകളും തട്ടിപ്പുകളും കൊള്ളയും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അന്വേഷണമാണ് ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ വാർത്തകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. 2 മാസം മുൻപ് ഒരു പത്രവാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. വെള്ളയമ്പലത്ത് ചായക്കട നടത്തിയിരുന്ന യുവതിയെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും കട ഒഴിപ്പിച്ച സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടും പരാതിന്മേൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വെങ്ങാനൂർ സ്വദേശി നക്ഷത്രയാണ് മ്യൂസിയം പോലീസിന് പരാതി നൽകിയത്. എന്നിട്ടും മ്യൂസിയം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. പോലീസിനെതിരെ DCPക്ക് വീണ്ടും പരാതി നൽകി. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിവർഷം 3,500 രൂപ നിരക്കിൽ കോർപ്പറേഷനിൽ നിന്ന് ഒരു സ്ത്രീ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് താൻ 3 മാസം മുമ്പ് കട ആരംഭിച്ചത്.
കട ദിവസ വാടക 1500 രൂപ നിരക്കിൽ പറഞ്ഞുറപ്പിച്ചായിരുന്നു വാടകയ്ക്ക് എടുത്തത്. 75,000-ലധികം രൂപ അഡ്വാൻസ് നൽകി. ഇതുകൂടാതെ 1 ലക്ഷം രൂപ കടയുടെ അറ്റകുറ്റപ്പണികൾക്ക് ചെലവായി. എന്നാൽ 3 മാസം മാത്രം കട നടത്തിയപ്പോൾ ഒഴിഞ്ഞ് നൽകണമെന്നാണ് ഈ സ്ത്രീ ആവശ്യപ്പെട്ടത്. ഇതിന് തയ്യാറാകാത്ത ഘട്ടത്തിൽ ആളുകളുമായി എത്തി ബലപൂർവ്വം തന്നെ ബലം പ്രയോഗിച്ച് തന്നെ മർദ്ദിച്ച് കട ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. കടയ്ക്ക് ചിലവാക്കിയ 1 ലക്ഷം രൂപ തിരിച്ചു നൽകുകയോ അഡ്വാൻസായി നൽകിയ തുക തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നാണ് നക്ഷത്ര മ്യൂസിയം പോലീസ് നൽകിയ പരാതി. എന്നാൽ ഈ പരാതിന്മേൽ പോലീസ് കേസെടുത്തില്ല എന്ന് മാത്രമല്ല, നക്ഷത്രയ്ക്കെതിരെ വലിയ ഭീഷണിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാടക കൊള്ള ഇതാദ്യമായിട്ടുള്ള ആരോപണമായി ഉയരുന്നത്. ഈ വാടക കൊള്ളയെക്കുറിച്ച് വലിയ അന്വേഷണത്തിനാണ്, സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഉത്തരവിട്ടിരിക്കുന്നത്.